ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ചെറിയ കൃഷിത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതിരാവിലെ ഒരു 5:30 എഴുന്നേറ്റ ശേഷം നമ്മുടെ ഇവിടെ കാണുന്ന സ്ഥലം കണ്ടോ, ഇത്ര സ്ഥലം ഒരു പുല്ല് പിടിച്ച് കുന്നുകളയിൽ കിടക്കാറുണ്ട്. അതെല്ലാം ഞാൻ കൊത്തി ഇളക്കി ആ മണ്ണിങ്ങനെ വലിച്ചിട്ടു ഇവിടെ കൊത്തി ഇളക്കിയിട്ടേക്കാണ് അത് ഇഞ്ചി കൃഷി ചെയ്യാനായിട്ടാണ്. പിന്നെ ഞാൻ ചെയ്തത്, നമ്മൾ ഇത്ര സ്ഥലം ഞങ്ങൾ പുല്ല് പിടിച്ച് കിടക്കാറുണ്ട്, അതെല്ലാം കൊത്തി ഇളക്കി ആ പുല്ലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ഇട്ടേക്കാറുണ്ട്. ആ പുല്ല് പറിച്ച് ആ പുല്ല് ചീഞ്ഞായിരുന്നു. ആ ചീഞ്ഞ പുല്ല് ഞങ്ങൾ നമ്മുടെ ഇവിടുത്തെ ചെറിയ ചെടി നട്ടിട്ടില്ല, തക്കാളി, വെണ്ട, മുളകൊക്കെ നട്ടിട്ട് അതിൻ്റെ വളമായിട്ട് അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചാരം ഇട്ടിട്ടുണ്ട്. ഇനി വളം ചെയ്യണം. ഇതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ ഇവിടെ കുറച്ച് വളം ചെയ്യണം. ഞങ്ങൾ ഇതിങ്ങനെ ഇട്ടേക്കാണ്. ഒന്നുകൂടി ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണൊക്കെ വെട്ടിയിട്ട് ഇതൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത് അതിനുള്ള വളമാവും, ഒരു ജൈവവളമാവും. അതിനുശേഷം ഞങ്ങളൊരു ചെറിയ പണി വേറെ 2 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ പണി ഇതാട്ടോ. ഇതേ കേട്ടോ, ഈ ചീരയുടെ തൈ കുന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഒരു 2 ആഴ്ചയുടെ വെള്ളമായി. ഇത് വിത്ത് കുന്ന് ഈ പാവിയ തൈ കുന്ന് വച്ചിട്ട് ഞങ്ങൾ നടാന്ന് വിചാരിച്ചപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നടന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഈ ചീരത്തൈ നടാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് അത് കൊത്തി ഇളക്കിയതിൻ്റെ കൂടെ തന്നെ ഇത്രയും ഭാഗം ഞാൻ കൊത്തി ഇളക്കിയിട്ടു. അതിന് ശേഷം വൈകിട്ട് ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ ഇതിന് ഈ ചീരത്തൈ നട്ടേക്കാണ്ട്. ചീരത്തൈ നട്ട് വളമിട്ട് അതിന് വെള്ളം ഒഴിച്ചിട്ടേക്കാണ്. ഇനി കുറച്ച് സ്ഥലത്തോട് ചീരത്തൈ നട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ബാക്കി ചീര ഞങ്ങൾ ഇത്ര സ്ഥലത്താണ് നട്ടേക്കുന്നത്. ഈ 4 കുഴിയിൽ നിലവിൽ വാഴ നട്ടിട്ടുണ്ട്. വാഴ മുള പൊട്ടി തുടങ്ങി. ഇനി കുറച്ചുകൂടി വാഴ നടാനുണ്ട്. അത് ഞങ്ങൾ അതിൻ്റെ ഒരു സ്ഥലം നോക്കിയിട്ട് വേണം ബാക്കി വാഴയോട് നടാനായിട്ട്. അപ്പോൾ 4 വാഴ ഇവിടെ നട്ടിട്ടുണ്ട്. അതിലേക്ക് ആ ചീഞ്ഞ പുല്ല് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ചീര ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഭംഗിയായി വന്നു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അതിൻ്റെ ആസ്വദിക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ കൃഷി ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ചെറിയ കൃഷി ചെയ്യുക. ഒരു മുളകോ ഒരു തക്കാളിയോ ഒരു വെണ്ടയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടാൽ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അത് ചെയ്യുമ്പോൾ അതിൻ്റെ സുഖം മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാതൊരു നീ ഒന്ന് ചെയ്യാൻ ശ്രമിക്കട്ടോ. അപ്പോൾ ടാറ്റാ, നാളെ കാണാം.